ശ്രീമന്നാരായണീയം ദശകം 12 വരാഹാവതാരം. ശ്ലോകം 6. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വസുദേവായ. തം തേ നിനാദമുപകർണ്യ ജനസ്തപസ്താ സത്യസ്ഥിതാച്ഛ മുനയോനുനുപുർഭവന്തം തത്സ്തോത്രഹർഷുലമനാ പരിണദ്യ ഭൂയ തോയാശയം വിപുലമൂർത്തിരവാദരസ്ത്വം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ഭഗവാൻ ഒരു കുഞ്ഞു പന്നിക്കുഞ്ഞിന്റെ രൂപത്തില് ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്നും പുറത്തേക്ക് വന്നു. അതിനുശേഷം ആദ്യം ഒരു ആനയുടെ വലിപ്പത്തിൽ വളർന്നു, പിന്നീട് ഒരു വലിയ കുന്നിന്റെ വലിപ്പം പൂണ്ട് അതിഘോരമായിട്ട് അങ്ങോട്ട് ഗർജിച്ചു. ഇവിടെ ബ്രഹ്മാവ് ആ സമയത്ത് ചിന്തിച്ചു, എൻ്റെ നാസികാദ്വാരത്തിൽ നിന്ന് മൂക്കിൽ നിന്നും ഉണ്ടായ ചിന്തിക്കാൻ കഴിയാത്ത ആ ഒരു മഹിമയോടുകൂടിയ പ്രഭാവത്തോടു കൂടിയ ഈ വരാഹം, ഈ പന്നി, ഇതാരാണത്? വിഷ്ണു ഭഗവാന്റെ മായയായിരിക്കുമോ? ബ്രഹ്മാവ് ഇപ്രകാരം ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭഗവാൻ ഒരു വലിയ കുന്നിന്റെ അത്ര അങ്ങോട്ട് വലുതായിട്ട് അങ്ങോട്ട് ഘോരമായിട്ട് ഗർജിച്ചു. ജന തപസ്ത, ജനലോകത്തിലും സ്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിതി ചെയ്യുന്നവർ, തപലോകത്തിലും, അതായത് തപലോകം തപോലോകം, ആ ജനലോകത്തിലും തപോലോകത്തിലും സ്ഥിതി ചെയ്യുന്നവർ, അതായത് വസിക്കുന്നവർ. പിന്നെ സത്യസ്ഥിത, സത്യലോക നിവാസികളും സത്യലോകത്തിൽ വസിക്കുന്നവരും ച മുനയ ആയ മുനിമാര്. തം തേ തം നിനാദം ഉപകർണ്യ, തേ ഭഗവാന്റെ നിന്തിരുവടിയുടെ, തം ആ നിനാദം ഘോരഗർജിതം, ആ ഗർജിക്കുന്ന ശബ്ദം ഉപകർണ്യ കേട്ടിട്ട്. ഇപ്പൊ ഭഗവാൻ ഇവിടെ ഗർജിച്ചപ്പോൾ ജനലോകത്തിലും തപോലോകത്തിലും സത്യലോകത്തിലും ഉള്ളവരെല്ലാവരും കേട്ടു. അതെല്ലാം കേട്ടിട്ട് ഭവന്തം നുനുവു, നിന്തിരുവടിയെ സ്തുതിച്ചു. അവർക്കെല്ലാം മനസ്സിലായി ഇത് ഭഗവാൻ തന്നെയാണ് എന്ന്. ഭഗവാനെ അവരെല്ലാവരും സ്തുതിച്ചു. ത്വം നിന്തിരുവടി, തത് സ്തോത്രഹർഷുലമന, തത് അവരുടെ, സ്തോത്രഹർഷുലമന അവരുടെ സ്തോത്രത്താൽ സന്തോഷവാനായി പ്രസന്ന ഹൃദയനായി, ഭൂയ വീണ്ടും, പരിണദ്യ ഉറക്ക ഗർജിച്ചുകൊണ്ട്, വിപുലമൂർത്തി വലിയ ശരീരത്തെ സ്വീകരിച്ചു. വലിയ ഒരു ശരീരത്തെ, അതിലും വലിയ, കുന്നിനേക്കാളും വലിയ ശരീരത്തെ സ്വീകരിച്ച്, തോയാശയം അവാതര, തോയാശയം ആ സമുദ്രത്തിലേക്ക് അവാതര കുതിച്ചു ചാടി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.